ഗുഡ് മോർണിംഗ്. നമ്മൾ സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ എന്താണ് സ്ലോപ്പ്, എന്താണ് ഡിഫ്ലക്ഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് ബീംസ്, അതിൽ വരുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് ലോഡിങ്ങിന്റെ കേസിൽ അതിൽ വരുന്ന മാക്സിമം ഡിഫ്ലക്ഷൻ, മിനിമം ഡിഫ്ലക്ഷൻ, അല്ലെങ്കിൽ നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചില പോയിന്റുകളിലെ ഡിഫ്ലക്ഷൻ, അവിടത്തൊക്കെ സ്ലോപ്പുകൾ എത്രയൊക്കെയാണെന്നൊക്കെ, എങ്ങനെയാണ് അതിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇക്വേഷൻ എന്താണ്, അതിന്റെ തുടങ്ങിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ചെയ്യുന്നത്. അതാണ് നമ്മളെ എയിം. ഓക്കെ, ഓരോ പോയിന്റിലും നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലോഡ് ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ടൈപ്പേ ഉള്ളൂ മെയിൻ ആയിട്ട്. ആക്ച്വലി അത് കാൻഡിലീവറും ഒരു സിംപ്ലി സപ്പോർട്ടർ ബീമും. അതിൽ സ്റ്റാൻഡേർഡ് ലോഡിംഗ് എന്ന് ഉദ്ദേശിച്ചത് പോയിന്റ് ലോഡും സെന്ററിൽ വരുന്ന പോയിന്റ് ലോഡ് സെന്ററിൽ വരുമ്പോഴും യു ഡി എൽ ത്രൂ ഔട്ട് വരുമ്പോഴും ഇതിന്റെ രണ്ടിന്റെയും കോമ്പിനേഷനും കൂടിയാണ് നമുക്ക് ഉള്ളത്. അതല്ലാത്തൊരു കേസ് വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ രീതിയിലാണ് നമ്മുടെ മെത്തേഡുകൾ ഉള്ളത്. ഓക്കെ, നമ്മളെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പും ഡിഫ്ലക്ഷനും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നമുക്ക് 3 മെത്തേഡ് മെയിൻ ആയിട്ട് പഠിക്കാനുണ്ട്. ആസ് പെർ സിലബസ് ഒരുപാട് മെത്തേഡുകൾ ഉണ്ട്. നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് 3 മെത്തേഡാണ്. അത് ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡും, മക്കൂലിസ് മെത്തേഡും, മൊമെന്റ് ഏരിയ മെത്തേഡുമാണ്. അങ്ങനെ 3 മെത്തേഡിലാണ് നമുക്ക് പഠിക്കാനുള്ളത്. എക്സാമിന് നിങ്ങൾക്ക് സ്ലോപ്പും ഡിഫ്ലക്ഷന്റെ ഡെറിവേഷനും ചോദിക്കാറുണ്ട്, പ്രോബ്ലം ആയിട്ടും ചോദിക്കാറുണ്ട്. ചിലപ്പോൾ മെത്തേഡ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും ഡെറിവേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മെത്തേഡ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ആ മെത്തേഡിനോട് തന്നെ ചെയ്യണം. സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏത് മെത്തേഡ് എന്ത് ചെയ്യാം, ഡിറൈവ് ചെയ്യുന്ന കേസിൽ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് ഫസ്റ്റ് മെത്തേഡ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ്. ഓക്കെ, സ്ലോപ്പും ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നമ്മുടെ സ്ട്രക്ചറൽ അനാലിസിസിന്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ബെൻഡിങ് മൊമെന്റ് ഷിയർ ഫോഴ്സ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണോ അതുപോലെ തന്നെയാണ് സ്ലോപ്പും, പ്രത്യേകിച്ച് ഡിഫ്ലക്ഷൻ. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. ഇതില് സിമ്പിൾ ആണ്, പൊതുവെ സിമ്പിൾ ആണ്. നമുക്ക് ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, അതേ സ്റ്റെപ്പ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ബീമുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ചില സൈൻ കൺവെൻഷൻ, സൈൻ എടുക്കുന്നത് മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ആൻസറുകൾ തെറ്റിപ്പോകും. പിന്നെ ബെൻഡിങ് മൊമെന്റ് എടുക്കുന്ന രീതികൾ. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് എടുക്കുന്ന രീതികൾ അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എങ്ങനെയാണ് ലെഫ്റ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് വരുമ്പോൾ പോസിറ്റീവ്, റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് വരുമ്പോൾ നെഗറ്റീവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഏത് സെക്ഷൻ എടുക്കുന്നതിന് അതനുസരിച്ചുള്ള ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, സ്ലോപ്പ് എന്താണ്, ഡിഫ്ലക്ഷൻ എന്താണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു ഏരിയയിലേക്ക് കടക്കാൻ. ഫ്രഷ് മൈൻഡ് ആയിട്ട് ഇരുന്ന് കേൾക്കുക. ഓക്കെ, കുറച്ച് ഡെറിവേഷൻസ് സംഭവങ്ങളാണ്, ഈസി ആണ്. പിന്നെ മെയിൻ ആയിട്ട് പറയാൻ ഉദ്ദേശിച്ചത് ഞാൻ ഇന്റഗ്രേഷൻ വരുന്ന ഭാഗമാണ്. മാത്സിൽ നിങ്ങൾ ഇന്റഗ്രേഷൻ പഠിച്ചിട്ടുണ്ടാവും. +2 കഴിഞ്ഞ് വന്നവരാണെങ്കിൽ എന്തായാലും പഠിച്ചിട്ടുണ്ടാവും. അല്ലാത്തവർ വളരെ കുറച്ച് പേരെ ഉള്ളൂ ക്ലാസ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്റഗ്രേഷൻ ഒക്കെ ഒന്ന് പൊടി തട്ടി എടുക്കുക. ഇന്റഗ്രേഷന്റെ ചെറിയ ചെറിയ ഇന്റഗ്രേഷൻ, വലുതൊന്നുമില്ല, നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ. അപ്പോൾ അതിൽ സ്റ്റെപ്പുകളൊക്കെ ഞാൻ പറയുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇന്റഗ്രേഷന്റെ ഭാഗത്തു നിന്നുള്ളതാണെങ്കിലും എന്ത് ചെയ്യാം, അത് ക്ലിയർ ചെയ്തിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ. നമുക്ക് ഇന്റഗ്രേഷൻ ആവശ്യമുള്ള ഒരു മെത്തേഡാണ് നമ്മളിവിടെ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു m = ei d²y/dx². അതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ ബെൻഡിങ് അല്ലെങ്കിൽ ഫ്ലെക്ഷൻ. ഓക്കെ, ഇത് നമ്മളെ ബേസിക് ഇക്വേഷൻ ആണ്. ഇതിൽ നിന്നാണ് നമ്മൾ ഓരോ മെത്തേഡും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ മെത്തേഡ്സ് ടു ഫൈൻഡ് സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ നമ്മൾ ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ്, മക്കൂലിസ് മെത്തേഡ്, മൊമെന്റ് ഏരിയ മെത്തേഡ്, ഇങ്ങനെ 3 മെത്തേഡ് ആണുള്ളത്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സൈൻ കൺവെൻഷൻ ആണ് ഇവിടെ പറയാൻ പോകുന്നത്. നമ്മൾ എന്താണോ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റിനും ഉപയോഗിച്ച അതേ സൈൻ കൺവെൻഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ലെഫ്റ്റ് ഹാൻഡ് സപ്പോർട്ട് ഓഫ് ദ ബീം ഈസ് ടേക്കൺ ആസ് ഒറിജിൻ. ലെഫ്റ്റ് ഹാൻഡ് ബീം ഓഫ് ദ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സപ്പോർട്ട് ഓഫ് ദ ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബീം ഉണ്ട്, അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് ആണ് നമ്മൾ എപ്പോഴും ഒറിജിൻ ആയിട്ട് എടുക്കുക. കുഴപ്പമില്ല, നമ്മൾ ഒറിജിൻ ഇവിടെ ആയിട്ട് എടുക്കാം. പക്ഷെ ഇവിടെ ഒറിജിൻ എടുക്കുക എന്നുള്ള ഉദ്ദേശിച്ചത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് റൈറ്റോട്ട് പോകുമ്പോൾ, റൈറ്റിലോട്ടാണ് നമ്മളുടെ ഡയമെൻഷൻസ് എടുക്കുന്നതെങ്കിൽ, അതായത് ഇപ്പൊ ബീമിന്റെ സ്പാൻ ഒക്കെ ലെങ്ത് ഒക്കെ എടുക്കുമല്ലോ, അപ്പൊ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് എടുക്കണമെങ്കിൽ അത് പോസിറ്റീവ് ആണെന്ന് അർത്ഥം.
ഇനി ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ടാണ് എടുക്കണമെങ്കിൽ അത് നെഗറ്റീവ് ആണ്. ഓക്കെ, അത് എപ്പോഴും ശ്രദ്ധിക്കണം. ഓക്കെ, എക്സ് ഈസ് പോസിറ്റീവ് ആൻഡ് മെഷേർഡ് ലെഫ്റ്റ് ടു റൈറ്റ്. എക്സ് ഈസ് പോസിറ്റീവ് ആൻഡ് മെഷേർഡ് ലെഫ്റ്റ് ടു റൈറ്റ്. അതായത് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ഇങ്ങോട്ടുള്ള ഡയറക്ഷനിൽ, ഇങ്ങോട്ടുള്ള ഡയറക്ഷനിൽ പോസിറ്റീവും ഇവിടെ ഇങ്ങോട്ടാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ നെഗറ്റീവും ആയിരിക്കും. ഇത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ y ഈസ് നെഗറ്റീവ് ആൻഡ് മെഷേർഡ് ഡൗൺവേർഡ്സ്. y വാല്യൂ നെഗറ്റീവ് ആണ് വെൻ മെഷേർഡ് ഡൗൺവേർഡ്. താഴോട്ട് മെഷർ ചെയ്യുമ്പോൾ y വാല്യൂ നെഗറ്റീവ് ആണ്. അപ്വേർഡ് മെഷർ ചെയ്യുമ്പോൾ y വാല്യൂ പോസിറ്റീവ് ആണ്. ഓക്കെ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ y ഈസ് നെഗറ്റീവ് ആൻഡ് മെഷേർഡ് ഡൗൺവേർഡ്സ് എന്ന് പറയാൻ കാരണം, y ഈസ് പോസിറ്റീവ് ആൻഡ് മെഷേർഡ് അപ്വേർഡ്സ് എന്ന് പറയാതിരിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ നമുക്ക് കൂടുതൽ നെഗറ്റീവ് താഴോട്ടുള്ള കേസുകളാണ് വരിക. കാരണം ഇവിടെ y വാല്യൂ എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ ആണ്. നോർമലി ഒരു ബീം എന്താ ഉണ്ടാവുക, അപ്വേർഡിൽ മേലെ നിന്ന് താഴോട്ടാണ് ലോഡിങ് ഉണ്ടാവുക അല്ലെ. ഒരു നോർമൽ കേസിൽ എല്ലാ ബീമുകളും മേലെ നിന്ന് താഴോട്ടാണ് ലോഡ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെയാണ് ബെൻഡ് ചെയ്യുക. സ്വാഭാവികമായിട്ടും ഡിഫ്ലക്ഷൻ എങ്ങോട്ടാണ്, താഴോട്ടാണ് ഉണ്ടാവുന്നത് അല്ലെ. മെഷേർഡ് ഡൗൺവേർഡ് ആണ്. അതുകൊണ്ടാണ് അത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത്. ഏതെങ്കിലും കേസിൽ ബീം അപ്വേർഡ് ബെൻഡിങ് ഉണ്ടാവുകയാണെങ്കിൽ y പോസിറ്റീവ് ആവും. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന ഡിഫ്ലക്ഷന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ അർത്ഥം എന്താണ്, അത് ഡിഫ്ലക്ഷൻ താഴോട്ടാണെന്ന് അർത്ഥം. അപ്പൊ അത് ഗ്ലോറിഫൈ ചെയ്ത് പറയാനുള്ള കാരണം നമുക്ക് മോസ്റ്റ് ഓഫ് ദ കേസ് താഴോട്ടാണ് ഡിഫ്ലക്ഷൻ വരുന്നത്. ഓക്കെ, സാഗിങ് മൊമെന്റ് ഈസ് പോസിറ്റീവ് ആൻഡ് ഹോഗിങ് മൊമെന്റ് ഈസ് നെഗറ്റീവ്. നമ്മൾ ബെൻഡിങ് മൊമെന്റ് കൺസിഡർ ചെയ്യുന്ന അതേപോലെ തന്നെ അത് തന്നെയാണ് സംഭവം. സാഗിങ് മൊമെന്റ് ആകുമ്പോൾ എന്താണ്, ഒരു സെക്ഷന്റെ ലെഫ്റ്റ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്, ലെഫ്റ്റ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇത് ക്ലോക്ക് വൈസ് ആണ് അല്ലെ. ലെഫ്റ്റ് സൈഡ് ക്ലോക്ക് വൈസ്, റൈറ്റ് സൈഡ് ആന്റി ക്ലോക്ക് വൈസ്. അപ്പോഴല്ലേ ഇങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ എന്താണ്, അതാണ് പോസിറ്റീവ് സൈൻ അല്ലെ. ഇനി ഹോഗിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, അപ്വേർഡ് മൊമെന്റ് അല്ലെ. അപ്വേർഡ് മൊമെന്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ലെഫ്റ്റ് സൈഡ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ മൊമെന്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇങ്ങനെ മൊമെന്റ് കൊടുക്കണം അല്ലെ. അപ്പൊ എന്താണ്, ലെഫ്റ്റ് ആന്റി ക്ലോക്ക് വൈസ് നെഗറ്റീവ്, റൈറ്റ് എന്താണ് ക്ലോക്ക് വൈസ് അല്ലെ. ഇത് രണ്ടും എന്താണ് ഹോഗിങ്ങിന്റെ കേസ് ആണ്, അത് നെഗറ്റീവ് എടുക്കണം. ഓക്കെ, ഇതൊക്കെ നമ്മൾ സാധാ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് പറഞ്ഞ അതേ സംഭവങ്ങൾ തന്നെയാണ്. സ്ലോപ്പ് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ് ആൻഡ് റൊട്ടേഷൻ ഈസ് ക്ലോക്ക് വൈസ്. ഇത് നമ്മൾ പുതുതായിട്ട് പറയുന്നതാണ്. സ്ലോപ്പ് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ് ആൻഡ് റൊട്ടേഷൻ ഈസ് ക്ലോക്ക് വൈസ്. റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ആവുമ്പോൾ സ്ലോപ്പ് നെഗറ്റീവ് ആയിട്ടാണ് എടുക്കാൻ അർത്ഥം. അതായത് ഇപ്പോ ഒരു സിംപ്ലി സപ്പോർട്ടർ ബീമിന്റെ ഇതാണ്. ഓക്കെ, ഇവിടുത്തെ സ്ലോപ്പ് എത്രയാണ്, ഇവിടുത്തെ സ്ലോപ്പ് എങ്ങനെയാണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലേ. അപ്പൊ അത് നെഗറ്റീവ് സൈൻ ആണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. സോ അത് പോസിറ്റീവ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുക. സാധാരണ ഒരു കാന്റിലിവറിന്റെ കേസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്താണ് അല്ലേ, ഇത് ഇങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യുന്നത് അല്ലേ. സ്ലോപ്പ് എന്താണ്, ക്ലോക്ക് വൈസ് ആണ്, അത് നെഗറ്റീവ് ആണ്. ഓക്കെ, നമുക്ക് നെഗറ്റീവ് സൈൻ കിട്ടിക്കഴിഞ്ഞാൽ, സ്ലോപ്പിന് നെഗറ്റീവ് സൈൻ കിട്ടിക്കഴിഞ്ഞാൽ അർത്ഥം എന്താണ്, അത് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണെന്ന് അർത്ഥം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y വാല്യൂ ആണ് അല്ലെ. y വാല്യൂ ആണ് ഡിഫ്ലക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് യൂണിറ്റ് എന്താണ്, എത്ര mm അല്ലെങ്കിൽ എത്ര മീറ്റർ ഒന്നും ഉണ്ടാവില്ല. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡിഫ്ലക്ഷൻ ആണ് ഒരു ബീമിലൊക്കെ നമുക്ക് പ്രകടമാകുക. അതുകൊണ്ട് തന്നെ mm-ലായിരിക്കും നോർമലി ഉണ്ടാവുക. യൂണിറ്റ് മീറ്റർ. സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആക്ച്വലി അത് ആംഗിൾ ആണ് അല്ലെ. ആംഗിളിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SI യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയൻ ആണ്. ഡിഗ്രിയിലും നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ആംഗിളെ നോർമൽ ഒരു ബീമിന്റെ കേസിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ കിട്ടുന്ന ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന SI യൂണിറ്റിലായിരിക്കും, അത് റേഡിയനിലാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കും. ഓക്കെ, ഇനി നമ്മുടെ ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ് എന്താണെന്ന് നോക്കാം. വളരെ സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ എടുത്ത ഫ്ലെക്സറൽ അല്ലെ, ഡിഫറൻഷ്യൽ ഫ്ലെക്സറൽ ഫോർമുലയെന്ന് ആണ് ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. നമുക്കറിയാം ഇക്വേഷൻ എന്താണ്, EI into d square y by dx square equal to m. ഈ ഇക്വേഷൻ തന്നെ d square y by dx square equal to m by EI എന്നും പല കാണാറുണ്ട്. പക്ഷെ അതിന്റെ എക്സാക്ട് ഡിഫറൻഷ്യൽ ഫോർമുലയിൽ എഴുതി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡിഫറൻഷ്യലിന്റെ ഫോർമാറ്റിൽ എഴുതി കഴിഞ്ഞാൽ ഇതാണ് ആപ്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ. EI d square y by dx square equal to m. അതിൽ m എന്താണ്, ഓരോ ടേമുകൾ എന്താണ്, E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, യങ്സ് മോഡുലസ് അല്ലെ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ യങ്സ് മോഡുലസ്. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ അല്ലെ. മൊമെന്റ് ഓഫ് ഇനർഷ്യ എങ്ങനെ കണ്ടുപിടിക്കാം, ഏരിയ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് അല്ലെ. ബി വിഡ്ത്തും ഡി ഡെപ്തും ഉള്ള ഒരു റെക്ടാങ്കുലർ ബീമാണ് നമ്മുടെ ബീം എങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണ്, BdQ/12. നിങ്ങൾക്കറിയാം അല്ലെ, BdQ/12. d square y by dx square എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ടേം റെപ്രസെന്റിങ് മൊമെന്റ് അല്ലെ. ടേം റെപ്രസെന്റിങ് മൊമെന്റ് ആണ്, അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. That is equal to m.
ഇനി നമ്മൾ ഇതിനെ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ രണ്ട് സൈഡിൽ ഇക്വേഷന്റെ രണ്ട് സൈഡിലും ഫസ്റ്റ് ഒരു പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്ത ബോ ഇക്വേഷൻ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇ ഐ എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതെന്ത് ചെയ്യും? ഇത് പുറത്തെടുക്കുക അല്ലെ. ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്ത് എന്താ സംഭവിക്കുക? ഡെറിവേറ്റീവിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ തൊട്ട് മുകളിൽ അല്ലെ, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്താണ്? dy by dx അല്ലെ, ദാറ്റ് ഈസ് ഇന്റഗ്രൽ എം. ഇതിനെ നമ്മൾ അറിയില്ല എന്താണ് വാല്യൂ എന്നുള്ളത്. ഇന്റഗ്രൽ എം പ്ലസ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ് പ്രത്യേകത? ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ഉണ്ടാവും അല്ലെ. ഓക്കെ, ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ഉണ്ടാവും. കാരണം ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ഡിഫറൻഷ്യൽ 0 ആണ്. അപ്പൊ തിരിച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു കോൺസ്റ്റന്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിനെ നമ്മൾ C1 എന്ന് ഡിനോമിനേറ്റ്. ഓക്കെ, C1. ഇനി എന്താണ് നമ്മൾ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പും ഡിഫ്ലക്ഷനും കണ്ടുപിടിക്കാണ് അല്ലെ. നമുക്ക് സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? dy by dx അല്ലെ. അപ്പൊ ഇതിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സ്ലോപ്പ്, ഈ ഒരു ഇക്വേഷനിൽ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡിന്റെ ഫസ്റ്റ്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എന്താണ്? നമുക്ക് ബെൻഡിങ് മൊമെന്റിന് ജനറൽ ആയിട്ട് ഒരു ബീമില് ബെൻഡിങ് മൊമെന്റിന് നമ്മൾ എക്സിന്റെ ടേമിൽ ഇക്വേഷൻ എഴുതിയെടുക്കുകയാണെങ്കിൽ അത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇ ഐ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്റഗ്രൽ എം എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? അതിൽ നിന്നും ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാം അല്ലെ. ഇ ഐനെ ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്താൽ മതി. പക്ഷെ നമുക്ക് അവിടെ കോൺസ്റ്റന്റ് ഉണ്ടാവും C1. അതെങ്ങനെ കണ്ടുപിടിക്കാം? അതിന് നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാം. എന്താണ് ബൗണ്ടറി കണ്ടീഷൻസ്? ഇപ്പോ ഒരു കാന്റിലിവർ ബീം ആണ്. എന്താണ് ബൗണ്ടറി കണ്ടീഷൻസ് നോക്കാം. കാന്റിലിവർ ബീം ആണ്, നിങ്ങൾക്ക് അറിയാം. കാന്റിലിവർ ബീം എങ്ങനെ ബെൻഡ് ചെയ്യാം? ഇങ്ങനെ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ബെൻഡിങ് തുടങ്ങുള്ളൂ അല്ലെ. അതായത് ഫിക്സഡ് എൻഡിൽ അതിന്റെ സ്ലോപ്പും ഡിഫ്ലക്ഷനും 0 ആണ്. അപ്പോ എക്സിന് ഒരു അല്ലെങ്കിൽ ഫിക്സഡ് എൻഡിൽ സ്ലോപ്പ് 0 ആണ് എന്നുള്ള ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് C1ന്റെ വാല്യൂ കിട്ടും. നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ ക്ലിയർ ആവും. നമുക്ക് നോക്കാം. ഓക്കെ, ഇനി ഈ ഇക്വേഷനെ നമ്മൾ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകും. ഓക്കെ, ഡബിൾ ഇന്റഗ്രേഷൻ എന്നാണ് ഇതിന്റെ മെത്തേഡിന്റെ പേര് തന്നെ. ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ് എന്ന് പറയാൻ കാരണം നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഫ്ലെക്സറൽ ഫോർമുലേനെ രണ്ട് പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡിഫ്ലക്ഷനും സ്ലോപ്പും കണ്ടുപിടിക്കുന്നത്. സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ഒരു പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ രണ്ട് പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതാണ് മെത്തേഡ്. വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്ത് എന്ത് സംഭവിക്കുക? ഇ ഐ കോൺസ്റ്റന്റിനെയാണ്. സോ ഇന്റഗ്രൽ ഓഫ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് y അല്ലെ. y ഡബിൾ ഇന്റഗ്രൽ ഓഫ് എം പ്ലസ് C1 പ്ലസ് C2. വീണ്ടും ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ഇവിടെ വരും. ഓക്കെ, ഇത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതൊക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ പ്രോബ്ലം അല്ല, നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു കാന്റിലിവർ ബീമിന്റെ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മനസ്സിലാവും. We can find the constant of integration by applying boundary condition. ഇതാണ് ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ്. ഇത്രയുള്ള മെത്തേഡിനെ കുറിച്ച് പറയാനുള്ളത്. ചിലപ്പോൾ ഇല്ലുസ്ട്രേറ്റഡ് ഡബിൾ ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ വാട്ട് ഈസ് ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചോദിക്കാം. അതിൽ ചിലപ്പോൾ പറയും, ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ പറയും. എന്ത്? ഒരു കാന്റിലിവറിൽ പോയിന്റ് ലോഡ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ് ഉപയോഗിച്ച് സ്ലോപ്പും ഡിഫ്ലക്ഷനും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെ ചോദിക്കാറുണ്ട്. ഈ ഡെറിവേഷൻ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ ഫസ്റ്റ് കേസ് നമ്മൾ പറയുന്നത് കാന്റിലിവർ ബീംസിനെ കുറിച്ചാണ്. കാന്റിലിവർ ബീംസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ സിംപ്ലി സപ്പോർട്ടർ ബീമിലോട്ട് പോകുന്നത്. കാന്റിലിവർ തന്നെ ഫസ്റ്റ് കേസ് എന്താണ്? കാന്റിലിവർ വിത്ത് എ കോൺസെൻട്രേറ്റഡ് ലോഡ് അറ്റ് ഫ്രീ എൻഡ്. കാന്റിലിവർ വിത്ത് എ കോൺസെൻട്രേറ്റഡ് ലോഡ് അറ്റ് ഫ്രീ എൻഡ്. ഓക്കെ, വൺ മിനിറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് കേസ് കാന്റിലിവർ വിത്ത് എ കോൺസെൻട്രേറ്റഡ് ലോഡ് അറ്റ് ദ ഫ്രീ എൻഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു കാന്റിലിവർ ബീം ഉണ്ട്, ഫിഗറിൽ കാണിച്ച പോലെ. അതിന്റെ സ്പാന് L ആണ്. അതിന്റെ ഫ്രീ എൻഡിൽ W എന്ന് പറയുന്ന ഒരു ലോഡ് ഉണ്ട്. ഫിക്സഡ് എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് A ആണ്, ഫ്രീ എൻഡ് B ആണ്. ഓക്കെ, നമുക്ക് എന്താണ് വേണ്ടത്? ബെൻഡിങ് മൊമെന്റിന്റെ ജനറൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യാണ്. കൺസിഡർ എ സെക്ഷൻ XX അറ്റ് എ ഡിസ്റ്റൻസ് X ഫ്രം ദ ഫ്രീ എൻഡ് B. ഓക്കെ, നമ്മൾ ഒരു സെക്ഷനെ കൺസിഡർ ചെയ്യാണ്. XX എന്ന് പറയുന്ന സെക്ഷൻ, എനി സെക്ഷൻ, അത് ഫ്രീ എൻഡിൽ നിന്ന് X ഡിസ്റ്റൻസിലാണ്. ഇവിടെ ശ്രദ്ധിക്കണം, കാന്റിലിവറിന്റെ നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം ഫ്രീ എൻഡ് എന്ന് കണ്ടുപിടിക്കണം അല്ലെ. കാരണം ഫിക്സഡ് എൻഡിലുള്ള ഫിക്സഡ് എൻഡ് മൊമെന്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ട, നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഫ്രീ എൻഡ് എന്ന് കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പൊ നമ്മൾ യൂഷ്വലി ഈ ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ് എടുക്കുമ്പോൾ
സെക്ഷൻ എടുക്കുന്ന ലെഫ്റ്റ് എൻഡിൽ നിന്നാണ് എടുക്കാറ്. പക്ഷെ കാന്റിലിവറിന്റെ കേസിൽ നിന്ന് റൈറ്റ് എൻഡിൽ നിന്ന് എടുക്കുന്നതാണ് നമുക്ക് മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റെപ്പുകൾ ഒന്നുകൂടി കുറയാം. ഞാൻ ഫ്രീ എൻഡിൽ നിന്ന് എടുക്കുന്ന ടൈപ്പ് ചെയ്ത് പറഞ്ഞുതരാം. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം കുറച്ചുകൂടി സ്റ്റെപ്പ് സിമ്പിൾ ആവും, നിങ്ങൾക്ക് അത് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കിയാൽ നന്നാവും. ഫിക്സഡ് എൻഡിൽ നിന്ന് എടുക്കുന്ന കേസും ചെയ്തു നോക്കാം. ഓക്കെ, എക്സ് എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, നമ്മൾ എടുക്കുമ്പോൾ എക്സ് എന്ന് പറയുന്നത് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. എക്സിന്റെ വാല്യൂ നെഗറ്റീവ് ആവും, അത് കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മളൊരു സെക്ഷൻ എടുത്തു. ശ്രദ്ധിക്കുക, ഇവിടെ ഇത്രയും പറഞ്ഞത് ശ്രദ്ധിക്കുക. അതായത് ഒരു സ്പാൻ ഉണ്ട്, ഒരു കാന്റിലിവർ ബീം ഉണ്ട്, അതിന് എൽ സ്പാൻ ആണ് അതിൻ്റെത്. അതിന്റെ എൻഡിൽ പോയിന്റ് ലോഡ് ഡബ്ല്യു ആണ് ആക്ട് ചെയ്യുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്തു, ഒരു സെക്ഷൻ എടുത്തു. ഫ്രീ എൻഡിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസിലുള്ള ഒരു സെക്ഷൻ എടുത്തു. ഇനി എന്താണ് ബെൻഡിങ് മൊമെന്റ് അറ്റ് എക്സ് അല്ലെ, ഈ എക്സ് എക്സ് സെക്ഷനിലുള്ള ബെൻഡിങ് മൊമെന്റ് നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. എം എക്സ് അല്ലെ, അതിന് എം സഫിക്സ് എക്സ്. അതെന്തായിരിക്കും, ഈ സെക്ഷന്റെ ലെഫ്റ്റോ റൈറ്റോ എടുക്കുക അല്ലെ. ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാൻ അറിയാമെന്ന് വിചാരിക്കണം. ഈ ഒരു സെക്ഷന്റെ ലെഫ്റ്റോ, ഇതാണ് സെക്ഷൻ എന്ന് വിചാരിക്കുന്നത്, ലെഫ്റ്റോ റൈറ്റോ. ലെഫ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, ഇതിന്റെ ഇവിടെ ഒരു സപ്പോർട്ട് റിയാക്ഷൻ ഉണ്ടാവും, ഇവിടെ ഒരു ബെൻഡിങ് ഒരു മൊമെന്റ് ഉണ്ടാവും, ഫിക്സ്ഡ് മൊമെന്റ് ഉണ്ടാവും, അതൊക്കെ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഏറ്റവും ബെറ്റർ റൈറ്റ് എൻഡ് എടുക്കുകയാണ് അല്ലെ, ഈ സെക്ഷന്റെ റൈറ്റ് സൈഡ് എടുക്കുകയാണ് അല്ലെ. റൈറ്റ് സൈഡ് എടുക്കുമ്പോൾ എന്താണ്, ഒരു ലോഡ് മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് ഡബ്ല്യു ഇൻറ്റു എക്സ് അല്ലെ. ബെൻഡിങ് മൊമെന്റ് എത്രയാണ്, ഡബ്ല്യു ഇൻറ്റു എക്സ്. ഇനി ഡയറക്ഷൻ നോക്കണം. റൈറ്റ് എന്താണ്, ക്ലോക്ക് വൈസ് ആണ് അല്ലെ. റൈറ്റ് ക്ലോക്ക് വൈസ് ആകുമ്പോൾ എന്താണ്, നെഗറ്റീവ് ആണ് അല്ലെ. അത് എന്താണ്, ഹോഗിങ് മൊമെന്റ് അല്ലെ, ഹോഗിങ് മൊമെന്റ്. സോ റൈറ്റ് ക്ലോക്ക് വൈസ് നെഗറ്റീവ് ആണ്. സോ മൈനസ് ഡബ്ല്യു ഇൻറ്റു എക്സ്, മൈനസ് ഡബ്ല്യു ഇൻറ്റു എക്സ് ആണ് എന്ത്, ബെൻഡിങ് മൊമെന്റ്. പക്ഷെ എക്സിന്റെ വാല്യൂ നെഗറ്റീവ് ആണ്, കാരണം റൈറ്റ് ടു ലെഫ്റ്റ് ആണ് നമ്മൾ എടുത്തത്, എക്സിന്റെ വാല്യൂ നെഗറ്റീവ് ആണ്. സോ മൈനസ് ഡബ്ല്യു ഇൻറ്റു മൈനസ് എക്സ്. ഇവിടെ സൈൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, കാരണം സൈൻ തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ റിസൾട്ട് തെറ്റും മാത്രമല്ല, നമ്മുടെ ഡയറക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ചേഞ്ച് ആവും. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. റൈറ്റ് ടു ലെഫ്റ്റ് എടുക്കുമ്പോൾ എക്സിന്റെ വാല്യൂ നെഗറ്റീവ്, അതായത് നെഗറ്റീവ് എക്സ് എന്ന് ആലോചിച്ചാൽ മതി, നെഗറ്റീവ് എക്സ് ആക്സിസ് എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, മൈനസ് ഡബ്ല്യു ഇൻറ്റു മൈനസ് എക്സ്, മൈനസ് ഡബ്ല്യു ഇൻറ്റു മൈനസ് എക്സ്. ഈ ഫസ്റ്റത്തെ മൈനസ് എന്താണ്, ബെൻഡിങ് മൊമെന്റിന്റെ മൈനസ് ആണ്. എക്സിന് മൈനസ് വാല്യൂ ആവാൻ കാരണം നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റ് ആണ് എടുത്തത്. ഓക്കെ, ഇത് നമുക്കറിയാം എന്ത്, ഇ ഐ ഡി സ്ക്വയർ വൈ ബൈ ഡി സ്ക്വയർ ഈക്വൽ ടു എം അല്ലെ. അതായത് ഇ ഐ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ, കാരണം മൈനസ് ഡബ്ല്യു ഇൻറ്റു മൈനസ് എക്സ് പ്ലസ് ഡബ്ല്യു എക്സ് ആയി അല്ലെ, പോസിറ്റീവ് ആയി, ദാറ്റ് ഈസ് ഡബ്ല്യു ഇൻറ്റു എക്സ്. ഇനി എന്താണ്, നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ ഇ ഐ ഡി സ്ക്വയർ വൈ ബൈ ഡി സ്ക്വയർ ഈക്വൽ ടു ഇന്റഗ്രൽ ഡബ്ല്യു എക്സ് ഡി എക്സ് പ്ലസ് സി വൺ. ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ഉണ്ടാവും. അപ്പൊ എന്താണ്, ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇ ഐ ഡി ഐ ബൈ ഡി എക്സ് വരും. ഡബ്ല്യു എക്സിന്റെ എന്താണ്, എക്സ്, ഇന്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സ് റൈസ് ടു എക്സ് ടു അല്ലെ, എക്സ് സ്ക്വയർ ബൈ ടു ആണല്ലോ അല്ലെ. ഇന്റഗ്രൽ എക്സ് റൈസ് ടു എൻ എന്താണ്, എക്സ് റൈസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് വൺ അല്ലേ. ഇന്റഗ്രൽ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ ടു, എക്സ് ക്യൂബ് പറയുമ്പോൾ എക്സ് റൈസ് ടു 4/4, അങ്ങനെയാണ് ഇന്റഗ്രൽ വരുന്നത് അല്ലെ. ഡബ്ല്യു എന്ന് പറയുന്നത് ഇവിടെ ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലെ, ഡബ്ല്യു ഇവിടെ കോൺസ്റ്റന്റ്, ഡബ്ല്യു ചേഞ്ച് ആവണല്ലേ, എക്സ് ആണ് ഇവിടെ ചേഞ്ച് ആണ്. ഓക്കെ, അപ്പോ ഇന്റഗ്രൽ ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ ടു പ്ലസ് സി വൺ, ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ ടു പ്ലസ് സി വൺ. ഇനി നമ്മുടെ എയിം എന്താണ്, സ്ലോപ്പ് കണ്ടുപിടിക്കാം. ഓക്കെ, അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇക്വേഷൻ ആയിട്ടില്ല, സി വൺ എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം അല്ലെ. സി വൺ എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് എടുക്കണം. ഇവിടെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്തു. ഡബ്ല്യു എക്സ് ഇൻറ്റു ഡി എക്സ്, എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇന്റഗ്രൽ എന്താണ്, എക്സ് സ്ക്വയർ ബൈ ടു അല്ലെ, ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ ടു പ്ലസ് സി വൺ. ഇനി എന്താണ് ബൗണ്ടറി കണ്ടീഷൻ, എന്താ നമുക്ക് അറിയാവുന്ന ബൗണ്ടറി കണ്ടീഷൻ എന്താണ്, സി വൺ കണ്ടുപിടിക്കണം അല്ലെ. നമുക്ക് അറിയാവുന്ന കണ്ടീഷൻ എന്താണ്, എയിലെ സ്ലോപ്പും ഡിഫ്ലക്ഷനും 0 ആണ്. ഇവിടെ സ്ലോപ്പിന്റെ ഇക്വേഷൻ ആണ്. നമുക്ക് അപ്പൊ എന്ത് ചെയ്യാം, സ്ലോപ്പ് അറ്റ് എന്ത്, എ ഈക്വൽ ടു 0. അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷനിൽ എക്സിൽ ഈ എ എന്ന് പറഞ്ഞ പോയിന്റ് എന്താണ്, എക്സിന് ഏത് വാല്യൂ കിട്ടുമ്പോഴാണ്, എല്ലിലെ എക്സ് എൽ ആകുമ്പോ, എൽ എന്ന് മാത്രമല്ല മൈനസ് എൽ ആകുമ്പോ അല്ലെ, മൈനസ് എൽ ആകുമ്പോഴാണ് എന്താണ് എ എന്നുള്ള പോയിന്റിൽ എത്തുന്നത് അല്ലെ. എക്സ് ഇങ്ങനെ നീങ്ങി പോയി മൈനസ് എല്ലിൽ എത്തുമ്പോഴാണ് എന്ത്, എ എന്നുള്ള പോയിന്റ് കിട്ടുന്നത് അല്ലെ. സോ എക്സിന് മൈനസ് എല്ലിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അവിടെ എന്താണ്, സ്ലോപ്പ് 0 ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഡി വൈ ബൈ ഡി എക്സ് 0 ആണ്. അപ്പൊ നമ്മൾ ഈക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇ ഐ ഇൻറ്റു 0, ഡി വൈ ബൈ ഡി എക്സ് 0 ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു എക്സിന് എന്താണ്, മൈനസ് എൽ സബ്സ്റ്റിറ്റ്യൂട്ട്, മൈനസ് എൽ സ്ക്വയർ ബൈ ടു പ്ലസ് സി വൺ
പ്ലസ് C1. നമ്മൾ ആ ഇക്വേഷനിൽ എക്സിന് മൈനസ് എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പൊ എന്താണ് dy/dx 0 ആണ് അല്ലേ? കാരണം ഫിക്സഡ് എൻഡിൽ സ്ലോപ്പ് 0 ആണ്. സോ C1 ഈ ഇതിലെ മൈനസ് എൽ സ്ക്വയർ എന്ന് പറയുമ്പോൾ പ്ലസ് തന്നെ ആവും, WL²/2 വരും. C1 എന്താവും? ഇതിനപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ മൈനസ് WL²/2 വരും. ഇനി ഈ C1 ന്റെ വാല്യൂ നമ്മൾ ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. ഹെൻസ് EI dy/dx equal to WX²/2 മൈനസ് WL²/2. ഈ WL²/2 എന്താണ്? C1 ആണ് അല്ലെ? ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ ഫോർ സ്ലോപ്പ്. ജനറൽ ഇക്വേഷൻ ഫോർ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഇതിന്റെ അർത്ഥം എന്താ? EI dy/dx equal to W into x²/2 മൈനസ് W into L²/2. എക്സിന്റെ വാല്യൂ നമുക്കിപ്പോ ഓരോ പോയിന്റിലും ഈ ഒരു പോയിന്റിലുള്ള ഡിഫ്ലക്ഷൻ ആണ്, അല്ലെങ്കിൽ സോറി ഡിഫ്ലക്ഷൻ അല്ല, സ്ലോപ്പ് ആണ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആ പോയിന്റിലോട്ട് ഇവിടുന്ന് എത്ര ഡിസ്റ്റൻസിലാണ് എന്നുള്ള വാല്യൂ എന്ത് ചെയ്താൽ മതി? എക്സിന് പകരം പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? EI dy/dx ന്റെ വാല്യൂ കിട്ടും. അതിനെ EI കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ dy/dx ന്റെ വാല്യൂ കിട്ടും. അതായത് ആ പർട്ടിക്കുലർ പോയിന്റിലെ സ്ലോപ്പ് കിട്ടും. ഓക്കെ, അതാണ് ജനറൽ ഇക്വേഷൻ ഫോർ സ്ലോപ്പ് ഓഫ് ദിസ് ബീം. ഈ ബീമിന്റെ കേസിൽ അതാണ്. ഓക്കെ, നമ്മൾ എയിം എന്താ? നമ്മൾ എല്ലാ പോയിന്റിലും സ്ലോപ്പ് നമ്മൾ കാണുന്നില്ല. നമ്മൾ എന്താണ്? മാക്സിമം സ്ലോപ്പ് അല്ലെ? ഈ ഫ്രീ എൻഡിലുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യണം? എക്സിന് 0 കൊടുത്താൽ മതി അല്ലെ? നമ്മൾ കാരണം ഫ്രീ എൻഡ് ആണ് നമ്മൾ ഒറിജിനൽ ആയിട്ട് എടുത്തത്. എക്സിന് 0 കൊടുക്കണം. എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ you will get dy/dx equal to minus WL²/2 EI minus WL²/2 EI. അതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. ഒരു കാൻഡിലിവർ പോയിന്റിലൂടെ അറ്റ് ഫ്രീ എൻഡ് വന്നു കഴിഞ്ഞാൽ മാക്സിമം സ്ലോപ്പ് അറ്റ് ഫ്രീ എൻഡ് അത് തന്നെയാണ് മാക്സിമം സ്ലോപ്പ്. സ്ലോപ്പ് അറ്റ് ഫ്രീ എൻഡ് ഈസ് മൈനസ് WL²/2 EI. അത് നമുക്ക് നോക്കാം, നമ്മളത് ലാസ്റ്റ് ആയിട്ട് എഴുതാം. ഓക്കെ, നമ്മൾ ഇതാണ് ജനറൽ ഇക്വേഷൻ ഫോർ സ്ലോപ്പ് നമ്മൾ എഴുതി. ഇതിന് നമുക്ക് സ്ലോപ്പ് കിട്ടും, നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾക്ക് ഡിഫ്ലക്ഷൻ കൂടി കിട്ടണം അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ ഇന്റഗ്രേറ്റിംഗ് EI dy/dx ഈക്വൽ ടു രണ്ട് സൈഡ് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ WX²/2 മൈനസ് WL²/2 dx പ്ലസ് C2 അടുത്ത കോൺസ്റ്റന്റ് അല്ലേ? ഇവിടെ എന്താണ്? WX²/2 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ W/2 പുറത്തുണ്ട്. x² ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ x³/3 വരും അല്ലെ? പിന്നെ WL²/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്. സോ WL²/2 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ WL²/2 ഇൻറ്റു എക്സ് അല്ലെ? അങ്ങനെ രണ്ട് ടേം കിട്ടും. നമുക്ക് നോക്കാം. ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ dy/dx ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ EI y അല്ലെ? W/2 പുറത്തെടുത്തു. x² ഇന്റഗ്രൽ x³/3 മൈനസ് WL²/2 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്, അത് പുറത്തെടുത്തു, ഇൻറ്റു എക്സ് പ്ലസ് C2. ഇത് നമ്മളെ എയിം എന്താണ്? ഇതിൽ നിന്നും C2 കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഏത് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും? നമുക്ക് അറിയാവുന്ന കണ്ടീഷൻ അപ്ലൈ ചെയ്യാം അല്ലെ? അതേതാണ്? നമുക്കറിയാം ഫിക്സഡ് എൻഡിൽ ഡിഫ്ലക്ഷൻ 0 ആണ് അല്ലെ? അപ്പൊ എക്സിന് മൈനസ് എൽ കൊടുത്തു കഴിഞ്ഞാൽ y എന്താവും? 0 ആയി മാറും. അപ്പോ നമ്മൾ ആദ്യം ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാണ്. WX³/6 മൈനസ് WL²/2x പ്ലസ് C2. ഒന്നുമില്ല, 2 × 3 6 എന്ന് എഴുതിയതാണ്. ഓക്കെ, അപ്പൊ ഫിക്സഡ് എൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പോയിന്റ് എ എക്സ് ഈക്വൽ ടു മൈനസ് എല്ലിൽ ഡിഫ്ലക്ഷൻ 0 ആണ് നമുക്കറിയാം, കാരണം അത് ഫിക്സഡ് ആയിട്ടുള്ള ഒരു എൻഡ് ആണ്, ഫിക്സഡ് സപ്പോർട്ട് ആണ്. സോ y ഈക്വൽ ടു 0. അപ്പൊ yക്ക് 0, എക്സിന് മൈനസ് എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. EI × 0 ഈക്വൽ ടു W into minus L³ divided by 6 minus WL²/2. എക്സിന് മാത്രമേ മൈനസ് എൽ കൊടുക്കാൻ പാടുള്ളൂ. x into WL²/2 into minus L plus C2. എടുക്കുമ്പോൾ മൈനസ് L³ ഇവിടെ 0 ആയി, ഈ ടേം 0 ആയി. മൈനസ് L³ എന്ന് പറയുമ്പോൾ മൈനസ് WL³/6 വരും അല്ലെ? മൈനസ് ക്യൂബ് ആയതുകൊണ്ട് മൈനസ് പുറത്ത് വരും. ഇവിടെ ഈ മൈനസും ക്യാൻസൽ ആവും, പ്ലസ് ആവും. ഓക്കെ, so minus WL³/6 plus WL³/2 plus C2. അതിനർത്ഥം എന്താണ്? C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് WL³/3. ഇത് ടേം അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. WL³/6 മൈനസ് WL³/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് WL³/3. അപ്പൊ നമുക്ക് C2 കിട്ടി. ഈ C2ന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജനറൽ ഇക്വേഷൻ ഫോർ ഡിഫ്ലക്ഷനും നമുക്ക് കിട്ടും. ജനറൽ ഇക്വേഷൻ ഫോർ ഡിഫ്ലക്ഷനും നമുക്ക് കിട്ടും. ഹെൻസ് EIy ഈക്വൽ ടു WX³/6 ഇതാണ് അല്ലെ?
ഡബ്ല്യു എക്സ് ക്യൂബ് ബൈ 6 ഈ ഇക്വേഷനിൽ മൈനസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 2 ഇൻറ്റു എക്സ് പ്ലസ് സി ടുവിന് പകരം അതാണ് മൈനസ് ഡബ്ല്യു എൽ ക്യൂബ് ബൈ 3. ഓക്കെ, ഇതാണ് ജനറൽ ഇക്വേഷൻ ഫോർ ഡിഫ്ലക്ഷൻ. ഇനി നമ്മളെ എയിം എന്താണ്? നമുക്ക് ജനറൽ ഇക്വേഷൻ ഫോർ സ്ലോപ്പും കിട്ടി, ജനറൽ ഇക്വേഷൻ ഫോർ ഡിഫ്ലക്ഷനും കിട്ടി. ഇനി നമുക്ക് ഫ്രീ എൻഡിലുള്ള ഡിഫ്ലക്ഷനും സ്ലോപ്പിന്റെയും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റിസൾട്ട് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇക്വേഷൻ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കും. ഓക്കെ, ജനറൽ ഇക്വേഷൻ ഫോർ സ്ലോപ്പ് നമ്മൾ അവിടെ എഴുതി ഇ ഐ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 2. എന്താണ് സ്ലോപ്പ് അറ്റ് ദ ഫ്രീ എൻഡ് ഈസ് തീറ്റ ബി. തീറ്റ ബി എന്നാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അല്ലെ. തീറ്റ ബി ആണ് നമ്മൾ സ്ലോപ്പ് അറ്റ് ഫ്രീ എൻഡ്. സ്ലോപ്പിന് എന്താണ് തീറ്റ എന്നാണ് നൊട്ടേറ്റ് ചെയ്യുക. ഫ്രീ എൻഡ് ബി എന്നുള്ള പോയിന്റ് അതുകൊണ്ട് തീറ്റ സഫിക്സ് ബി. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് എക്സ് ഈക്വൽ ടു 0 അല്ലെ. തീറ്റ ബി എന്ന് പറഞ്ഞ പോയിന്റിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ഒറിജിൻ ബി എന്നാ തുടങ്ങണം. അവിടെ ബി എന്ന് പറഞ്ഞ പോയിന്റ് എന്താണ്? എക്സ് 0 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് എക്സ് ഈക്വൽ ടു 0 ഇ ഐ തീറ്റ ബി ഡി വൈ ബൈ ഡി എക്സ് എന്ന് ഉദ്ദേശിച്ച് തീറ്റ ബി ഈക്വൽ ടു എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 2 ദാറ്റ് ഈസ് തീറ്റ ബി ഈക്വൽ ടു മൈനസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 2 ഇ ഐ മൈനസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 2 ഇ ഐ. ഇത് സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്, ബൈ ഹാർട്ട് ചെയ്യണം. കാരണം ഇത് ഡയറക്റ്റ് ആയിട്ട് ഇതിന് വാല്യൂസ് തന്ന് എല്ലിനും ഡബ്ല്യുക്കും ഇക്കും ഐക്കും വാല്യൂ തന്ന് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞ് ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. ഇത് ഇങ്ങനെ ഒരുപാട് കേസുകളുണ്ട്, അതെല്ലാം ബൈ ഹാർട്ട് ചെയ്യണം. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പോവുക. ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുന്നവർ ബൈ ഹാർട്ട് ചെയ്യാം, അല്ലാത്തവർക്ക് ബൈ ഹാർട്ട് ചെയ്യാൻ ചെറിയൊരു ട്രിക്ക് ഉണ്ട്, അത് അവസാനം പറഞ്ഞുതരാം. എല്ലാ കേസ് കൂടി കഴിയുമ്പോൾ നമുക്ക് ഒന്ന് പറഞ്ഞുതരാം. പക്ഷെ ഏറ്റവും ബെറ്റർ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുന്നതിനാണ്. കാരണം ട്രിക്ക് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തെടുക്കുമ്പോൾ സമയമെടുക്കും. ഓക്കെ, അപ്പോൾ ഏറ്റവും ബെറ്റർ ഓരോന്ന് ഇൻഡിവിജ്വൽ ആയിട്ട് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റാവുന്ന ആളുകളുണ്ട്. ഈസിയാണ്, കാരണം കുറെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് അത് ഈസി ആയിട്ട് ബൈ ഹാർട്ട് ആവും. ഓക്കെ, അപ്പൊ തീറ്റ ബി ഈക്വൽ ടു മൈനസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 2 ഇ ഐ സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. ഒരു പോയിന്റ് ലോഡ് കാൻഡിലിവറിന്റെ ഫ്രീ എൻഡിൽ ഡബ്ല്യു എന്ന് പറയുന്ന പോയിന്റ് ലോഡ് വരുമ്പോൾ ഫ്രീ എൻഡിൽ ഉണ്ടാകുന്ന സ്ലോപ്പിന്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ഡബ്ല്യു എൽ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇ ഐ. ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് ലോഡിന്റെ വാല്യൂ, എൽ സ്പാൻ ഇ, യങ്സ് മോഡുലസ് ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദ ബീം, ഐ എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ, ഏരിയ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. അതിന്റെ വാല്യൂ ബിയും ഡിയും തന്നിട്ടുണ്ട്. റെക്ടാങ്കുലർ ബീം ആണെങ്കിൽ ബി ഡി ക്യൂബ് ഡിവൈഡ് ബൈ 12. ഓക്കെ, ഇനി എന്താണ് എയിം? നമുക്ക് അവിടുത്തെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണം അല്ലെ, വൈ ബി കണ്ടുപിടിക്കണം അല്ലെ. ജനറൽ ഇക്വേഷൻ ഫോർ ദി ഡിഫ്ലക്ഷൻ എന്താണ്? നമ്മൾ നേരത്തെ ചെയ്തു, C2 ഒക്കെ കണ്ടുപിടിച്ച് നമ്മൾ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഡബ്ല്യു എക്സ് ക്യൂബ് ബൈ 6 മൈനസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 2 ഇൻറ്റു എക്സ് പ്ലസ് ഇവിടെ മൈനസ് ആണ്, മൈനസ് ഡബ്ല്യു എൽ ക്യൂബ് ബൈ 3. പ്ലസിന്റെ ആവശ്യമില്ല. ഓക്കെ, ഡിഫ്ലക്ഷൻ അറ്റ് ദ ഫ്രീ എൻഡ് വൈ ബി മാക്സിമം ഡിഫ്ലക്ഷൻ ആണ്. അവിടെ എന്താണ് ആ പോയിന്റ് ബി എന്ന് പറഞ്ഞ പോയിന്റ് എന്താണ്? എക്സ് 0 ആയ പോയിന്റ് ആണല്ലേ. അപ്പൊ ഇവിടെ അത് തന്നെയാണ്. നമ്മൾ എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇ ഐ വൈ, ഈ ടേം 0 ആയി പോകും, ഈ ടേമും 0 ആയി പോകും. സോ ഇ ഐ ബൈ ബി ഈക്വൽ ടു മൈനസ് ഡബ്ല്യു എൽ ക്യൂബ് ബൈ 3 എന്ന് വരും അല്ലെ. ഇ ഐ വൈ ബി ഈക്വൽ ടു മൈനസ് ഡബ്ല്യു എൽ ക്യൂബ് ബൈ 3 വരും. അപ്പൊ വൈ ബി എന്ന് പറഞ്ഞ വാല്യൂ എത്രയാണ്? മൈനസ് ഡബ്ല്യു എൽ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഇ ഐ, മൈനസ് ഡബ്ല്യു എൽ ക്യൂബ് ബൈ 3 ഇ ഐ. ഓക്കെ, വൈ ബി ആണ് മാക്സിമം ഡിഫ്ലക്ഷൻ ഉണ്ടാവുക അല്ലെ. നമുക്ക് ഡയഗ്രത്തിൽ തന്നെ മനസ്സിലാവും. ഇവിടെ ഉണ്ടാവുന്ന മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഏത് പോയിന്റിലാണ് ഉണ്ടാവുക? ബി എന്നുള്ള പോയിന്റിലാണ് ഉണ്ടാവുക. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് ഇവിടെ നെഗറ്റീവ് വന്നു? തീറ്റയ്ക്ക് നെഗറ്റീവ് വരാൻ കാരണം ഇത് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്. അതുപോലെ തന്നെ ഡിഫ്ലക്ഷൻ നെഗറ്റീവ് വരാൻ കാരണം താഴോട്ടാണ് ഡിഫ്ലക്ട് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നെഗറ്റീവ് വാല്യൂ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സൈന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇതാണ് ഈ രണ്ട് കേസ്. ഈ രണ്ട് വാല്യൂ ബൈ ഹാർട്ട് ചെയ്യണം. മൈനസ് ഡബ്ല്യു എൽ ക്യൂബ് ബൈ 3 ഇ ഐയും ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 2 ഇ ഐ. ഓക്കെ, എപ്പോഴും സ്ലോപ്പിനേക്കാളും ഒരു പവർ കൂടുതലായിരിക്കും ഡിഫ്ലക്ഷൻ, അത് ശ്രദ്ധിക്കണം. കാരണം ഒന്ന് എൽ സ്ക്വയറിന്റെ ടേം ആണ്, ഒന്ന് എൽ ക്യൂബിന്റെ ടേം ആണ്. ഇനി യു ഡിയിലേക്ക് വരുന്ന കേസിൽ സ്ലോപ്പ് എൽ ക്യൂബിന്റെ ടേമും ഡിഫ്ലക്ഷൻ എൽ റേസ് ടു 4ന്റെ ടേമിലുമായിട്ട് മാറും, ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത കേസ് പഠിക്കാനുള്ളത് ഇതാണ്. ഫസ്റ്റ് കേസ് എന്താണ്? കാൻഡിലിവർ വിത്ത് പോയിന്റ് ലോഡ് അറ്റ് ഫ്രീ എൻഡ്. ഇനി കാൻഡിലിവർ തന്നെ ത്രൂ ഔട്ട് യു ഡി എൽ ഉള്ള കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാൻഡിലിവർ ക്യാരിയിങ് യു ഡി എൽ ഓൺ എൻഡയർ സ്പാൻ. എന്താ നമ്മൾ ഇതിൽ ഇ ഐ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എം, ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു എം എന്ന് പറഞ്ഞ
ഒരു ഫ്ലെക്സുറൽ ഡിഫറൻഷ്യൽ ഫ്ലെക്സുറൽ ഫോർമുല ഉണ്ട്. നമുക്ക് എന്താണ് dy/dx കിട്ടണം, y കിട്ടണം. അപ്പൊ അതിന് ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ന്റെ വാല്യൂ കിട്ടണം. ന് ജനറലി ന്റെ ടേമിലുള്ള ഒരു എക്സ്പ്രഷൻ നമ്മൾ ഉണ്ടാക്കണം. അതാണ് നമ്മൾ ചെയ്യുന്നത്. അതിനെന്ത് ചെയ്യണം, നമ്മൾ x ഡിസ്റ്റൻസിലുള്ള ഒരു സെക്ഷൻ എടുക്കുന്നു. അവിടുത്തെ ജനറൽ ആയിട്ട് വരുന്ന ബെൻഡിങ് മൊമെന്റിന്റെ എക്സിലുള്ള ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അതാണ് എയിം. അതിന് ഏത് ബീം ആണെങ്കിലും. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അങ്ങനെ ചെയ്യുമ്പോൾ ത്രൂ ഔട്ട് ആ എക്സ് വേരി ചെയ്യുമ്പോൾ അത് തന്നെയാണോ വേരിയേഷൻ എന്ന് കൂടി ശ്രദ്ധിക്കണം. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ എടുത്ത കേസ്, നേരത്തെ ഒരു ഡബ്ല്യു എന്നുള്ള യൂണിയനിൽ ഇല്ലാന്ന് വിചാരിക്കുക, ഡബ്ല്യു എന്നുള്ള ലോഡാണ്. ഓക്കെ, ഡബ്ല്യു എന്നുള്ള ലോഡിന് നമ്മളൊരു എക്സ് എന്നുള്ള ഡിസ്റ്റൻസിൽ സെക്ഷൻ എടുത്തു. ഓക്കെ, അവിടെ നമ്മൾ പറഞ്ഞു എക്സ് എന്നുള്ള സ്ഥലത്ത് ബെൻഡിങ് മൊമെന്റ് മൈനസ് ഡബ്ല്യു ഇൻറ്റു എക്സ് അല്ലേ, മൈനസ് ഡബ്ല്യു ഇൻറ്റു മൈനസ് എക്സ്, എനിവേ ഡബ്ല്യു എക്സ്. ഓക്കെ, ഡബ്ല്യു എക്സ് എന്നുള്ള വാല്യൂ ഈ ഒരു സെക്ഷൻ, ഈ ഒരു എൻറ്റയർ സ്പാനിൽ എവിടെയാണെങ്കിലും എക്സ് എവിടെയാണെങ്കിലും ഈ വാല്യൂ ഡബ്ല്യു എക്സ് തന്നെയാണ്. ഓക്കെ, നേരെ മറിച്ച് ഇവിടെ ഫ്രീ എൻഡിൽ ഒരു ബീമും ഒരു ലോഡും ഇവിടെ ഒരു ലോഡും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എക്സിന്റെ വാലിഡിറ്റി എവിടെ വരെ ഉള്ളൂ, ഈ എക്സ് ഇവിടം വരെ പോയെങ്കിൽ ഇതുവരെ ഉള്ളൂ ആ ബെൻഡിങ് മൊമെന്റ് ഡബ്ല്യു എക്സ് ആവുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ മാറി, ഡബ്ല്യു എക്സ് അല്ല, ഈ ഒരു ലോഡിന്റെ എഫക്റ്റും കൂടെ അതിലേക്ക് വരും. അപ്പൊ ശ്രദ്ധിക്കണം, ആ സ്പാനിൽ വേറെ ലോഡുകളൊന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഡബ്ല്യുവിന്റെ എക്സ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഈ എക്സിന്റെ വാലിഡിറ്റി എവിടെ മുതൽ എവിടെ വരെ എന്നുള്ളത് കൂടി ചെക്ക് ചെയ്യണം. നമുക്ക് സിംപ്ലി സപ്പോർട്ട് റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. എനിവേ, ഇനി നമ്മൾ യു ഡി എല്ലിന്റെ കേസ്, അപ്പൊ ഒരു ഡബ്ല്യു പെർ മീറ്റർ ഇന്റൻസിറ്റി ഉള്ള ഒരു യു ഡി എൽ ഇവിടെ ഉണ്ട്. എൽ സ്പാൻ, എ എന്ന് പറയുന്ന ഫിക്സഡ് പോയിന്റും ബി എന്ന് പറയുന്ന ഒരു ഫ്രീ പോയിന്റ്, ഫ്രീ എൻഡ്. ഓക്കെ, നമ്മൾ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തു എക്സ് എക്സ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ്, എക്സസ് എന്ന് പറയുന്ന സെക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ് സ്മോൾ എക്സ് ഫ്രം പോയിന്റ് ബി അല്ലെങ്കിൽ ഫ്രീ എൻഡ്. ഓക്കെ, അപ്പൊ ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ എന്താണ്, സെക്ഷൻ എടുത്തു, സെക്ഷന്റെ ലെഫ്റ്റോ റൈറ്റോ നോക്കാം. ലെഫ്റ്റ് എടുക്കുമ്പോൾ ഇവിടെ സപ്പോർട്ട് റിയാക്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഏറ്റവും ബെറ്റർ റൈറ്റ് എടുക്കാം. റൈറ്റ് എടുക്കുമ്പോൾ എന്താ ഉള്ളത്, യു ഡി എൽ ഉണ്ട് അല്ലേ, ഇതിന്റെ ടോട്ടൽ ലോഡ് എന്താ വരിക, ടോട്ടൽ ലോഡ് എന്താണ് ഡബ്ല്യു പെർ മീറ്റർ ലെങ്ത്. അപ്പൊ എക്സ് മീറ്റർ പോയി കഴിഞ്ഞാലോ ഡബ്ല്യു ഇൻറ്റു എക്സ്, ഡബ്ല്യു ഇൻറ്റു എക്സ് ആണ് അതിന്റെ ടോട്ടൽ ലോഡ്. ഇനി ഈ ടോട്ടൽ ലോഡ് എവിടെ ആക്ട് ചെയ്യാ, ഇതിന്റെ സെന്ററിൽ അല്ലേ, ഇതിന്റെ സെന്ററിൽ. അപ്പൊ ഡിസ്റ്റൻസോ, ഡിസ്റ്റൻസ് ടു ദി സെക്ഷൻ ഫ്രം ദ പോയിന്റ് ഓഫ് ആക്ഷൻ ഓഫ് ദി ലോഡ്, അങ്ങനെയാണല്ലോ മൊമെന്റ് എടുക്കുക. അപ്പൊ എന്താണ് ഇൻറ്റു എക്സ് ബൈ ടു, ഡബ്ല്യു എക്സ് ഇൻറ്റു എക്സ് ബൈ ടു. ഇനി നമുക്ക് നോക്കാനുള്ളത് സൈൻ കൺവെൻഷൻസ് ആണ് അല്ലെ. ഈ മൊമെന്റ് എന്ന് പറയുന്നത് റൈറ്റ് ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഓവറോൾ നെഗറ്റീവ് ആണ്, ഓവറോൾ നെഗറ്റീവ് ആണ്. അതാണ് ഞാൻ ഇവിടെ കാണിച്ച നെഗറ്റീവ്. പിന്നെ ഡബ്ല്യു ഇൻറ്റു എക്സ്, എക്സ് വാല്യൂ നെഗറ്റീവ് ആയതുകൊണ്ട് മൈനസ് എക്സ്. പിന്നെ വീണ്ടും എക്സ് ബൈ ടു വരുന്നുണ്ട്, അതും നെഗറ്റീവ് ആണ്. സോ മൈനസ് എക്സ് ബൈ ടു വാല്യൂ നെഗറ്റീവ് ആണ്. സോ മൈനസ് ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ ടു, മൈനസ് ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ ടു. ഇതാണ് എം എക്സിന്റെ വാല്യൂ. ഓക്കെ, മൈനസ് ഡബ്ല്യു എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു, എം എക്സിന്റെ വാല്യൂ കിട്ടി. ഇത് മാത്രമാണ് ഇതിൽ തെറ്റിക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം, ബാക്കിയെല്ലാം ഇന്റഗ്രേഷൻ സ്റ്റെപ്പുകളാണ്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കണം, ഈ സൈനുകൾ എന്ത് ചെയ്യരുത്, തെറ്റിക്കുക. ഓക്കെ, ഇനി എന്താണ് ഇ ഐ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു എം എക്സ്. എം എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇ ഐ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ ടു. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ഇന്റഗ്രൽ ഇ ഐ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ഡബ്ല്യു എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ടു ഇൻറ്റു ഡി എക്സ് പ്ലസ് സി വൺ. എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം, മൈനസ് ഡബ്ല്യു ബൈ ടു പുറത്ത് വരും, എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എക്സ് ക്യൂബ് ബൈ ത്രീ അല്ലെ. ഇ ഐ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു എക്സ് ക്യൂബ് ബൈ ത്രീ ഇൻറ്റു ടു, എക്സ് ക്യൂബ് ബൈ ത്രീ ആണ്, ഇൻറ്റു ടു എക്സ് ക്യൂബ് ബൈ സിക്സ് അല്ലെ, മൈനസ് ഡബ്ല്യു എക്സ് ക്യൂബ് ബൈ സിക്സ് പ്ലസ് സി വൺ. ഇനി നമുക്ക് എന്താണ് എയിം, സി വണ്ണിന്റെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലെ. നമുക്കറിയാം എ എന്നുള്ള പോയിന്റില് സ്ലോപ്പിന്റെ വാല്യൂ 0 ആണ്, ഡി വൈ ബൈ ഡി എക്സിന്റെ വാല്യൂ 0 ആണ്. എ എന്നുള്ള പോയിന്റ് ഏതാണ്, വെൻ എക്സ് ഈക്വൽ ടു മൈനസ് എൽ അല്ലെ, വെൻ എക്സ് ഈക്വൽ ടു മൈനസ് എൽ സ്ലോപ്പ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 0. അപ്പൊ ഡി വൈ ബൈ ഡി എക്സിന്റെ വാല്യൂ 0യും എക്സ് മൈനസ് എല്ലും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, സി വണ്ണിന്റെ വാല്യൂ കിട്ടും അല്ലെ. ഡി വൈ ബൈ ഡി എക്സിന്റെ വാല്യൂ 0 കൊടുത്തു, എക്സ് മൈനസ് എൽ കൊടുത്തു, മൈനസ് ഡബ്ല്യു മൈനസ് എൽ ക്യൂബ് ഡിവൈഡ് ബൈ 6 പ്ലസ് സി വൺ. ഇവിടെ ഓൾറെഡി പുറത്തൊരു മൈനസ് ഉണ്ട്, ഈ മൈനസ് എൽ ക്യൂബിന്റെ ഒരു മൈനസും വരും, സോ പ്ലസ് ആവും. സോ സി വൺ ഈക്വൽ ടു മൈനസ് ഡബ്ല്യു എൽ ക്യൂബ് ബൈ 6 അല്ലെ.
EI dy by dx minus wx cube divided by 6 minus WL cube divided by 6 ആണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ ഫോർ സ്ലോപ്പ് അല്ലേ. C1ന്റെ വാല്യൂ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. ഇനി നമ്മൾ ഇതിനെ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തിനാണ് ഡിഫ്ലക്ഷന്റെ ജനറൽ ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ. ഇന്റഗ്രൽ EI dy by dx ഈക്വൽ ഇന്റഗ്രൽ minus wx cube by 6 minus WL cube by 6 dx plus C2. EI dy by dx ന്റെ ഇന്റഗ്രൽ y minus wx cube by 6 ന്റെ ഇന്റഗ്രൽ എന്താ minus w by 6 into x raised to 4 by 4 അതായത് minus wx raised to 4 by 24 6 into 4 24 അല്ലേ. പിന്നെ WL cube by 6 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് into x minus WL cube by 6 into x plus C2. ഇനി എന്താണ് എയിം C2ന്റെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ. നമുക്കറിയാം ഫിക്സഡ് എൻഡിൽ ഡിഫ്ലക്ഷൻ 0 ആണ്. എക്സ് മൈനസ് എല്ലും ആവുമ്പോൾ y 0 ആവും. അത് വാല്യൂ രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. EI into 0 equal to minus W into minus L raised to 4 divided by 24 minus WL cube by 6 into minus L plus C2. മൈനസ് എൽ റൈസ് ടു 4 ആയതുകൊണ്ട് ഇവിടെ പ്ലസ് ആവും. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, ഇവിടെയും പ്ലസ് ആവും. C2ന്റെ വാല്യൂ നെഗറ്റീവ് വരും അല്ലേ. മൈനസ് WL റൈസ് ടു 4 ഡിവൈഡ് ബൈ 24 പ്ലസ് WL റൈസ് ടു 4 ബൈ 6 എന്ത് വരും C2 ഈക്വൽ ടു WL റൈസ് ടു 4 ബൈ 24 മൈനസ് WL റൈസ് ടു 4 ബൈ 6 ദാറ്റ് ഈസ് മൈനസ് WL റൈസ് ടു 4 ഡിവൈഡഡ് ബൈ 8 മൈനസ് WL റൈസ് ടു 4 ഡിവൈഡഡ് ബൈ 8 ആണ്. ഈ C2ന്റെ വാല്യൂ നമ്മുടെ ജനറൽ ഇക്വേഷനിൽ കൊണ്ടുകൊടുക്കുക, ഇവിടെ കൊണ്ടുകൊടുക്കുക. ഓക്കെ, അപ്പോൾ ആൻഡ് CIY ഈക്വൽ ടു മൈനസ് WX റൈസ് ടു 4 ഡിവൈഡഡ് ബൈ 24 മൈനസ് WL ക്യൂബ് ബൈ 6 ഇൻറ്റു എക്സ് മൈനസ് WL റൈസ് ടു 4 ബൈ 8. ഇനി നമുക്ക് ജനറൽ ഇക്വേഷൻ കിട്ടി. ഈ ജനറൽ ഇക്വേഷന്റെ അർത്ഥം എന്താ ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിന്റെ അർത്ഥം എന്താണ്, എക്സിന് ഏത് വാല്യൂ കൊടുത്താലും ആ കറസ്പോണ്ടിങ് പോയിന്റിലുള്ള സ്ലോപ്പിന്റെ വാല്യൂ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. ഈ ഇക്വേഷന്റെ പ്രത്യേകത എന്താണ്, എക്സിന് ഏത് വാല്യൂ കൊടുത്താലും അതായത് ഈ സ്പാനകത്തിലെ ഈ എല്ലിനകത്ത് ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫ്ലക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കിട്ടേണ്ടത് ജനറൽ ആയിട്ട് വരുന്ന ഫ്രീ എൻഡിലുള്ള സ്ലോപ്പും ഡിഫ്ലക്ഷൻ ആണ്. നമുക്ക് ഡയറക്റ്റ് വാല്യൂയിൽ എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ജനറൽ ഇക്വേഷൻ ഫോർ സ്ലോപ്പ് എന്താണ്, EI dy by dx equal to minus WX cube by 6 minus WL cube by 6. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ നെഗറ്റീവ് സൈനുകളൊക്കെ വരുന്നത് ഈ നമ്മുടെ സൈൻ കൺവെൻഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന രീതി ഇതായതുകൊണ്ടാണ്. ചില ബുക്കുകളിൽ ഓപ്പോസിറ്റ് സൈൻ കൺവെൻഷൻ കാണാറുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്യുക, എല്ലാം കൂടെ കൺഫ്യൂഷൻ ആണ്. ഓക്കെ, സ്ലോപ്പ് അറ്റ് ദ ഫ്രീ എൻഡ് എന്ന് പറഞ്ഞാൽ തീറ്റ ബി ആണ്. തീറ്റ ബി എന്ന് പറയുന്നത് ബി എന്നുള്ള പോയിന്റ് ആണ്. ആ പോയിന്റിൽ എക്സിന്റെ വാല്യൂ 0 ആണ് അല്ലെ, കാരണം നമ്മുടെ ഒറിജിനൽ ആയിട്ട് വരുന്നത് ബി എന്നുള്ള പോയിന്റ് ആണ്. EI theta b equal to minus W into 0 cube divided by 6 minus WL cube by 6. അപ്പൊ എന്താണ്, EI theta b equal to minus WL cube by 6, theta b equal to minus WL cube divided by 6 EI minus WL cube divided by 6 EI. ഓക്കെ, അതാണ് സ്ലോപ്പ് അറ്റ് ഫ്രീ എൻഡ് വെൻ UDL വരുമ്പോൾ സ്ലോപ്പ്. ഇപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നോർമൽ ഇത് സ്മോൾ w ആണ്, റൊട്ടേറ്റ് ചെയ്ത് മാറിപ്പോയത് സ്മോൾ w ആണ് ആക്ച്വലി. അതായത് ഇന്റൻസിറ്റി ആണ്, ഇന്റൻസിറ്റി ഓഫ് ലോഡിംഗ് ആണ്, ന്യൂട്ടൺ പെർ മീറ്റർ ആണ് യൂണിറ്റ്. ഓക്കെ, ഇനി എന്താണ് ഡിഫ്ലക്ഷൻ ആണ്. ഡിഫ്ലക്ഷന്റെ ജനറൽ ഇക്വേഷൻ എന്താണ്, EIY ഈക്വൽ ടു മൈനസ് WX റൈസ് ടു 4 ബൈ 24 minus WL cube by 6 into x minus WL raised to 4 divided by 8. Okay. ഇനി എന്താണ്, ഫ്രീ എൻഡിലുള്ള ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണം അല്ലേ. എക്സിന് 0 കൊടുത്താൽ മതി. അപ്പോൾ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, EIY ഈക്വൽ ടു മൈനസ് WL raised to 4 by 8 കിട്ടും. That is deflection at B, that is maximum deflection YB is minus WL raised to 4 divided by 8 EI. Okay, ഈ രണ്ട് സ്റ്റാൻഡേർഡ് കേസാണ് നമുക്ക് കാന്റിലിവറിന്റെ കേസിൽ ഉള്ളത്. അത് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ 4 ഇക്വേഷൻ എന്ത് ചെയ്യാം, ബൈ ഹാർട്ട് വെക്കണം. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യണത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 പ്രോബ്ലം നമുക്ക് ചെയ്യാം.
ഓക്കെ, നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റിസൾട്ട് ഒന്ന് ടാബ്ലേറ്റ് ചെയ്തെന്ന് മാത്രം. ഒരു കാൻഡിലിവർ വിത്ത് പോയിന്റ് ലോഡ് അറ്റ് ഫ്രീ എൻഡ് ആണെങ്കിൽ നമുക്ക് എന്താണ്, എയിലെ സ്ലോപ്പ് 0 ആണ്, ബിയിലെ സ്ലോപ്പ് -WL²/2EI. എയിലെ ഡിഫ്ലക്ഷൻ 0 ആണ്, ബിയിലെ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ -WL³ / 3EI. ഓക്കെ, കാൻഡിലിവർ വിത്ത് UDL ആണെങ്കിൽ എയിലെ സ്ലോപ്പ് 0, ബിയിലെ സ്ലോപ്പ് -WL³/6EI. എയിലെ ഡിഫ്ലക്ഷൻ 0, ബിയിലെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് -WL/4/8EI. ഓക്കെ, ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും വരാറുണ്ട്, വാല്യൂസ് തന്നിട്ട്, അല്ലാതെ ഇത് ഡെറൈവ് ചെയ്യാനും ചോദിക്കാറുണ്ട്. ഓക്കെ, നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, രണ്ട് പ്രോബ്ലം ഇന്ന് ചെയ്യാം, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ചെയ്യാം. ഓക്കെ, a cantilever beam 2 meter long carries a load of 40 kilonewton at its free end. Find the deflection at the free end if E equal to 200 kilonewton per mm square, I equal to 160 into 10⁶ mm⁴. Also find the slope at the free end. Direct equation substitute ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്താണ് given data നോക്കാം. W 40 kilonewton ആണ്. ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം യൂണിറ്റ് കൺവേർഷൻ ആണ്. എല്ലാവരും യൂണിറ്റിൽ ചെയ്യുക. എപ്പോഴും നിങ്ങൾ ഫോളോ ചെയ്യാൻ ഏറ്റവും ബെറ്റർ എനിക്ക് തോന്നുന്നത് ന്യൂട്ടൺ MM കാര്യങ്ങൾ ചെയ്യാം. ന്യൂട്ടണിലോട്ടും MM കാര്യങ്ങൾ മാറ്റിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ തെറ്റാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, കാരണം UDLിലൊക്കെ വരുന്ന കേസിൽ ഒരുപാട് കൺഫ്യൂഷൻസ് വരും. ഓക്കെ, അപ്പൊ കിലോന്യൂട്ടണിലാണ് തന്നെങ്കിൽ ന്യൂട്ടണിലോട്ട് മാറ്റുക, കിലോന്യൂട്ടൺ പെർ mm² ആണെങ്കിൽ ന്യൂട്ടൺ പെർ mm²ലേക്ക് മാറ്റുക, കിലോന്യൂട്ടൺ പെർ m² ആണെങ്കിലും ന്യൂട്ടൺ പെർ mm²ലേക്ക് മാറ്റുക. തന്നിട്ടുള്ള ലെങ്ത്തും കാര്യങ്ങളും എല്ലാം മീറ്ററിലാണ് തന്നെങ്കിൽ അതൊക്കെ MM കൺവേർട്ട് ചെയ്യുക. അങ്ങനെ ന്യൂട്ടൺ MM ടേമിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നാൽ ഈസി ആവും. ഓക്കെ, മാത്രമല്ല നമുക്ക് ഡിഫ്ലക്ഷൻ ഒക്കെ MM തന്നെ കിട്ടും, അതും നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, ഗിവൺ ഡാറ്റ W 40 kilonewton അല്ലേ, അതായത് 14 × 10⁻³ ന്യൂട്ടൺ. സ്പാൻ L 2 മീറ്റർ ആണ്, അതിനർത്ഥം 2000 mm. ഇന്റെ വാല്യൂ 200 kilonewton per mm² എന്നാണ് തന്നിട്ടുള്ളത്. കിലോന്യൂട്ടനെ ന്യൂട്ടണിലേക്ക് മാറ്റുമ്പോൾ 200 × 10⁻³ ന്യൂട്ടൺ പെർ mm². ന്റെ വാല്യൂ mm⁴ തന്നെയാണ് തന്നിട്ടുള്ളത്. സോ 160 × 10⁶ mm⁴. ഫോർ എ കാൻഡിലിവർ വിത്ത് പോയിന്റ് ലോഡ് അറ്റ് ഫ്രീ എൻഡ്, ഡിഫ്ലക്ഷൻ ആണ് ഫസ്റ്റ് ചോദിച്ചത് അല്ലേ. ഡിഫ്ലക്ഷന്റെ ഇക്വേഷൻ എന്താണ്? YB equal to -WL³ / 3EI. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. W ന്റെ വാല്യൂ എന്താണ്? 40 × 10⁻³, L 2000 cube divided by 3 into 200 into 10⁻³ എന്നത് E ന്റെ വാല്യൂ, 160 × 10⁶ ആണ് I ന്റെ വാല്യൂ അല്ലേ. നമുക്ക് കിട്ടുന്ന വാല്യൂ -3.33 mm ആണ്. അതിനർത്ഥം എന്താണ്? 3.33 mm ഫ്രീ എൻഡിൽ താഴോട്ട് റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, അതാണ് ഇത്ര ലോഡ് കൊടുത്തുള്ള അവസ്ഥ. സ്ലോപ്പ് അറ്റ് ദി ഫ്രീ എൻഡ്, ഇനി അതാണ് സ്ലോപ്പ് അറ്റ് ദി ഫ്രീ എൻഡ് ആണ്. ഇക്വേഷൻ എന്താണ്? θB = -WL² / 2EI. WL² / 2EI -WL² / 2EI. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് 40 × 10⁻³ × 2000² divided by 2 × 200 × 10⁻³ × 160 × 10⁶ അല്ലേ. കിട്ടുന്നത് -0.0025 റേഡിയൻ. യൂണിറ്റ് തെറ്റിക്കരുത്, റേഡിയനിലാണ് എപ്പോഴും ഇതിന്റെ ആൻസർ കിട്ടുക, കാരണം SI യൂണിറ്റ് റേഡിയൻ ആണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻ കേസ് നിങ്ങളോട് ഡിഗ്രിയിലാണ് ചോദിച്ചെങ്കിൽ എന്ത് ചെയ്യണം? 180/π കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. 180/π കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഡിഗ്രിയിലോട്ട് കൺവേർട്ട്. ഓക്കെ, 0.0025 റേഡിയൻ. അപ്പൊ ഡിഫ്ലക്ഷൻ അറ്റ് ഫ്രീ എൻഡ് ഈസ് 3.33 mm ഡൗൺവേർഡ്സ്. എന്ന് പറയാൻ കാരണം നമുക്ക് നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടിയത് അല്ലേ. സ്ലോപ്പ് അറ്റ് ഫ്രീ എൻഡ് ഈസ് 0.0025 റേഡിയൻസ് ക്ലോക്ക് വൈസ്. ക്ലോക്ക് വൈസ് എന്ന് പറയാൻ കാരണം എന്താണ്? നെഗറ്റീവ് സൈൻ അല്ലേ, നമ്മൾ അങ്ങനെയാണ് സൈൻ കൺവെൻഷൻ എടുത്തത്. ഓക്കെ, ഇനി സെയിം പ്രോബ്ലം വാല്യൂസ് ഒക്കെ സെയിം തന്നെയാണ്. UDL ആണെങ്കിൽ എന്താണെന്ന് നോക്കാം. കാൻഡിലിവർ ബീം 2 മീറ്റർ തന്നെയാണ്. UDLന്റെ ഇന്റൻസിറ്റി 40 kN/m. Entire span. Find the deflection of the free end if E equal to 2000 kN/mm², I 160 × 10⁶. സ്ലോപ്പും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ,
ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം W40 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ് തന്നിട്ടുള്ളത്. അതിനർത്ഥം എന്താണ്? ന്യൂട്ടൺ പെർ എംഎമ്മിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ കിലോ ന്യൂട്ടണിനെ ന്യൂട്ടണിലോട്ട് മാറ്റുമ്പോൾ 10⁻3, മീറ്ററിനെ എംഎമ്മിലോട്ട് മാറ്റുമ്പോഴും 10⁻3. അപ്പോൾ 40 എന്ന് പറഞ്ഞത് 40 ന്യൂട്ടൺ കിലോ ന്യൂട്ടൺ പെർ മീറ്ററും ന്യൂട്ടൺ പെർ എംഎം സെയിം ആയി വരും അല്ലേ? അതും 40 തന്നെയാണ് വരിക. 40 ന്യൂട്ടൺ പെർ എംഎം. L 2 മീറ്റർ, അതായത് 2000 mm. ഇന്റെ വാല്യൂ 200 കിലോ ന്യൂട്ടൺ പെർ എംഎം സ്ക്വയർ, ദാറ്റ് ഈസ് 200 into 10⁻3 ന്യൂട്ടൺ പെർ എംഎം സ്ക്വയർ. അതിന്റെ വാല്യൂ 160 into 10⁻6 mm/4. ഫോർ എ കാന്റിലിവർ വിത്ത് UDL, ഡിഫ്ലക്ഷൻ അറ്റ് ഫ്രീ എൻഡ്, അതായത് മാക്സിമം ഡിഫ്ലക്ഷൻ ആണ് വരിക അല്ലെ? YB equal to -WL⁴/8EI -WL⁴ divided by 8EI. W ന്റെ വാല്യൂ എത്രയാണ്? 40. L ന്റെ വാല്യൂ 2000. 8 into 200 into 10⁻3 into 160 into 10⁻6. നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോബ്ലം തന്നെയാണ്. വാല്യൂസ് മാറിയെന്ന് മാത്രം, വാല്യൂസ് UDL ആയിരുന്നു മാത്രം. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ ഡിഫ്ലക്ഷൻ -2.5 ആണ്. -2.5 ആണ്. ആക്ച്വലി ഇവിടെ ലോഡും കൂടുതലാണ് എന്നിട്ടും ഡിഫ്ലക്ഷൻ കുറവാണ്. UDL വന്നുകൊണ്ടാണ് കേട്ടോ. കാരണം UDL ഡിസ്ട്രിബ്യൂട്ട് ആയിട്ട് കിടക്കുകയാണ്. ഇവിടെ ടോട്ടൽ ലോഡ് എത്ര ഉണ്ട്? 40 into 2, 80 കിലോ ന്യൂട്ടൺ ലോഡ് ഉണ്ട് ഇവിടെ. അവിടെ ആകെ 40 കിലോ ന്യൂട്ടൺ ലോഡേ വന്നിട്ടുള്ളൂ. പക്ഷെ അത് ഡിസ്ട്രിബ്യൂട്ട് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ഡിഫ്ലക്ഷന്റെ വാല്യൂ കുറവാണ് ചെയ്തത്. അവിടെ 3.33 ഉണ്ടായിരുന്നു, ഇവിടെ 2.5. ഓക്കെ, മൈനസ് സൈൻ ജസ്റ്റ് അതിന്റെ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ മാത്രമാണ്, താഴേക്കാണെന്ന് അർത്ഥം അല്ലെ? സ്ലോപ്പ് എന്താണ്? സെയിം ഇക്വേഷൻ, -WL³ ഡിവൈഡഡ് ബൈ 6EI. ഓക്കെ, 6EI ആണ് സ്ലോപ്പ്. 40 into 2000³ divided by 6 into 200 into 10⁻3 into 160 into 10⁻6 -0.00167 in radian അല്ലേ? നമ്മൾ അത് എടുത്ത് എഴുതുന്നു. ഡിഫ്ലക്ഷൻ അറ്റ് ഫ്രീ എൻഡ് 2.5 mm ഡൗൺവേർഡ്സ്. സ്ലോപ്പ് അറ്റ് ഫ്രീ എൻഡ് 0.00167 റേഡിയൻസ് ക്ലോക്ക് വൈസ്. ഓക്കെ, ഇത്രയാണ് കാര്യം പറയാനുള്ളത്. അന്നന്ന് എടുക്കുന്നത് അന്ന് തന്നെ നോക്കി പോണേ, കാരണം അത് അത്യാവശ്യം ഉണ്ട്. മൂന്നാമത്തെ മൊഡ്യൂളിൽ കുറച്ചുണ്ട്. അതായത് ആക്ച്വലി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് വെച്ച് നോക്കുമ്പോൾ കുറവാണെങ്കിലും കുറച്ച് ഡെറിവേഷൻ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അന്നന്ന് നോക്കി പോയാൽ നന്നാവും. മറ്റേതെല്ലാം കൂടെ ഒരുമിച്ചാവുമ്പോൾ ആകെ കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. ഇത് ഞാൻ ഈ പറഞ്ഞ് പോകുമ്പോൾ ചിലപ്പോൾ കുറച്ച് സംഭവമായി തോന്നുമെങ്കിൽ അത്രയൊന്നും ഇല്ല. നിങ്ങൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കിട്ടാവുന്ന ഒരു കാര്യമുള്ളൂ. നമ്മൾ ഡാംസിന്റെ പ്രോബ്ലം ചെയ്ത് അത്രയും കൂടി സ്റ്റെപ്പ് ഇതിലില്ല. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് എടുക്കാനും സൈന് നോക്കാനും അറിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ അസൈൻമെന്റ് ടെസ്റ്റുകൾ സബ്മിറ്റ് ചെയ്യണം, പെരുന്നാൾ കഴിയട്ടെ. അപ്പോൾ ഞാൻ പറയാം ഏത് തൊട്ട് ഏതുവരെ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത്. ഗൂഗിൾ ക്ലാസ് റൂമിൽ തന്നെയാണ് സബ്മിഷൻ തരാനുള്ളത്. പിന്നീട് ഏത് അസൈൻമെന്റും, ഇനിയിപ്പോൾ ഈ അസൈൻമെന്റ് ടെസ്റ്റിന് മാത്രമല്ല, ഏത് അസൈൻമെന്റ് ആണെങ്കിലും ടൈം ഈസ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ വെക്കുന്ന ഒരു സമയം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിൽ തന്നെ വെക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ 1 മിനിറ്റ് ആണെങ്കിലും അപ്പുറത്തേക്ക് വേഗം കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാർക്ക് കുറക്കും. പിന്നെ പിന്നാലെ നടന്ന് സബ്മിറ്റ് ചെയ്യുമെന്ന് പറയാൻ നിൽക്കില്ല, മാർക്ക് കുറക്കും, യാതൊരു സംശയമില്ല. നമ്മുടെ സമയം ഒരുപാട് തന്നാണ്. പ്രോബബ്ലി നെക്സ്റ്റ് മൺഡേ എന്ന് പറയാം, കൺഫേം ചെയ്തില്ല പറയാം. ഓക്കെ, ഫുള്ള് വെക്കണ്ട, ഓരോ മൊഡ്യൂൾ വൈസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ അപ്പോൾ അത് ആ സമയത്തിന് വെക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ അവനവൻ്റെ ബുക്ക് മാത്രം വെക്കുക. വേറെ ഒരാളുടെ ഫോട്ടോ എടുത്തൊക്കെ വെക്കാൻ വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും ഞാൻ മാർക്ക് കുറക്കും. കുറച്ച് ആത്മാർത്ഥമായിട്ട് പെരുമാറും. ഓക്കെ, പിന്നെ അത്രയേ ഉള്ളൂ. വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ച് പ്രോബ്ലം ചെയ്യാം. അതുപോലെ തന്നെ സിംപ്ലി സപ്പോർട്ടർ ബീമിന്റെ കേസും ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് സ്ലോപ്പും ഡിഫ്ലക്ഷനും കണ്ടുപിടിക്കുക എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. ഓക്കെ, എനിവേ താങ്ക് യു.